കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. നിന്റെ തൂമുഖം കാണുവാനിന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ. പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. നിന്റെ തൂമുഖം കാണുവാനിന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ. പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. മറ്റൊരു ദിനം നിൻ മഹിമകൾ പാടുവാനങ്ങു നൽകുകിൽ. വിശ്രമം തന്നു, സൗഖ്യവും തന്നു, ശക്തിയും തന്നരുളേണം. മറ്റൊരു ദിനം നിൻ മഹിമകൾ പാടുവാനങ്ങു നൽകുകിൽ. വിശ്രമം തന്നു, സൗഖ്യവും തന്നു, ശക്തിയും തന്നരുളേണം. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. മറ്റവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ ഉപേക്ഷിച്ചാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. ആമേൻ. എന്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിരക്കണമേ. നല്ല വരുത്തു വലമ്പാകെ ആരാധിച്ചു വണങ്ങുന്നു.
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയകർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് മാറി നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കലനിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവമാരാകപ്പടിയോടും കൂടെ വനമേഖലയെ പ്രതീക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങളിൽ നിന്നും ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസം നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you.
ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞ് സന്താപമെങ്ങും നിറഞ്ഞ് ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. പെട്ടെന്നനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും, സംപ്രീതി എന്നിൽ വളർത്തും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കീഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെൻ്റെ മോദം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങളെ ലോകം വെറുത്താൽ, നിന്ദനം കൊണ്ടേ നിറച്ചാൽ, എന്നെയാണാ ലോകമാദ്യം നന്നേ വെറുത്തതെന്നോർക്കിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും. ഒരു നാളിലെല്ലാം നിലയ്ക്കും പരിശോഭ നിങ്ങൾ കൊതിക്കും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. താതനെ വിട്ടു ഞാൻ വന്നു, ലോകത്തിലേക്കു ഞാൻ വന്നു. പോകുന്നു ഞാനിതാ വീണ്ടും, താതനിൽ ചെന്നങ്ങു ചേരാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ
യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു, എൻ കുറവുകളേതുമേ സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു, എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ, ഇനി മാപ്പു നൽകണേ.
ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും.
എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ, ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം അധ്വാനവും സങ്കടവുമായി കഴിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ദൈവമായ കർത്താവിന്റെ
വിശ്രാന്തിക്കുന്നതിന് പ്രാർത്ഥിക്കാം. ഇദ്ദേഹത്തിന്റെ വേർപാടില് ദുഃഖാർത്ഥിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ മേരിച്ചെടുത്തിയും മക്കൾ ഓരോരുത്തർക്കും ഒക്കത്തവരുടെ സമൂഹത്തിന്റെ അനുശോചനവും പ്രാർത്ഥനയും ഈ പ്രത്യേകമായിട്ട് നേരുകയാണ്. ഈ പിതാവിന്റെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും അനുഭവിച്ചിട്ടുള്ള എല്ലാ പാപക്കറകളും കഴുകി ദൈവം ഈ മകനെ വിശുദ്ധീകരിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക ബഹുമാനപ്പെട്ട ഡോക്ടർ അച്ഛനാണ്. ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി പണിനീരിനെ ആസ്വദിക്കണമേ. ഈ ജലത്താലത്തെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനുള്ള പാപങ്ങളുടെ മോചനത്തിനായി ചന്ദ്രത്തിരികളെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കർത്താവിനോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, രക്ഷാകരമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മകനെയുമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നാമത്തിൽ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ വിരിയുന്നു. ചെയ്യുന്നു. അസന്നിഗ്ധ സ്ഥലവും അജ്ഞാതമായി തീരുന്നു. സ്നേഹിക്കുന്നവരുടെ മേലിൽ ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവെ, നിങ്ങൾ ആരാധിക്കുകയും പോർക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ നിസ്സാരമാകുന്നു. ജീവിതം ഇതുപോലെ കടന്നു പോകുന്നു. മനുഷ്യരാ നിക്ഷേപം കൊടുക്കുന്നു. അവർക്ക് വേണ്ടിയാണ് അറിയുന്നില്ല. ആശ്രയം എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആദ്യം മുതൽ എന്നേക്കുമാമേ. എന്റെ ദിവസങ്ങളത്തെ പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുന്ന കർത്താവെ, നിങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപരാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിലയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവിനും സ്തുതികരമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. ഭക്തന ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ.
വാഗ്ദാനങ്ങളെക്കാൾ വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. വിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം ശ്രമിക്കുമ്പോ പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നേടും. മറ്റത പുണരുന്നു, ക്ഷയമുള്ള ക്ഷയനാകും. മറ്റേവം സകലേശം ഇതരാം നോകരമാക്കുന്നു. കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമാമേ. മഹിയോയന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവർക്ക് വലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരത്തെ വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലും. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെ അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാവുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. രക്ഷകനായ ദൈവമേ, രാമകാലത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധയോവനാൽ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനങ്ങൾക്ക് ഇവനെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നാം ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമീപത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതിന്റെ വിധി കർത്താവാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവനുയർപ്പിനായും തിന്മ ചെയ്തവർ വിജയുയർപ്പിനുമായി പുറത്തു വരും. കുരുവിളച്ചേട്ടന്റെ വേർപാടില് ദുഃഖാർത്ഥിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ മേരിച്ചെടുത്തി, മക്കളായ സാബു, സാലി, സുമ, സുജ, മരുമക്കളെ, കൊച്ചുമക്കളെ, ബന്ധുമിത്രാദികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പുതുക്കരി ഭവനത്തിൽ ജനിച്ചു വളർന്ന് 77 വർഷം ഈ ഭവനത്തിൽ ജീവിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന കുരുവിളച്ചേട്ടന് അന്ത്യോപചാരം അർപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുവാനുമായി നമ്മളുടെ ഒരുമിച്ച് ചേരുമ്പോൾ ദുഃഖാർത്ഥനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കുമെല്ലാം ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ അനുശോചനവും പ്രാർത്ഥനയും ഞാൻ നേരുകയാണ്. വേർപാട് എപ്പോഴും വേദനാജനകമാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ ദീർഘനാൾ ജീവിച്ച്
മക്കളെയും ഭാര്യയും എല്ലാം പൊന്നുപോലെ ലാളിച്ച് ജീവിച്ച ഒരു പിതാവിൻ്റെ വേർപാട് കുടുംബാംഗങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് നമുക്കറിയാം. 1990 ഒക്ടോബർ നവംബർ മാസത്തില് ഭാഷാഭൂഷണിയില് കിട്ടാത്ത വരമെന്ന തലക്കെട്ടില് കടവനാട് കുട്ടിക്കൃഷ്ണൻ മരണത്തെപ്പറ്റി ഒരു കവിത പ്രസിദ്ധീകരിച്ചു. അതിലെ ചില വരികൾ ഇപ്രകാരമായിരുന്നു: വരമൊന്നേ തരാനുള്ളൂ നരനാകുമെനിക്കു നീ, വരുമെന്നറിഞ്ഞില്ല മരണം മമ നിശ്ചയം. സുരക്ഷിതമായ മരണം എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഈ മരണം എപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നണയും എന്നതിനെ കുറിച്ച് അറിയുവാനായിട്ടുള്ള ഒരു വരം മാത്രമേ ദൈവം മനുഷ്യന് കൊടുക്കാതുള്ളൂ എന്നാണ് കടവനാട്ട് കുട്ടിക്കൃഷ്ണൻ ആ കവിതയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും സുനിശ്ചിതമാണ്. അതുകൊണ്ടാണ് മരണം കള്ളനെ പോലെ കടന്നു വരുമെന്ന് പറയുക. അപ്പോൾ മരണത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം എല്ലാവരും എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ മൃതസംസ്കാര ശുശ്രൂഷയിൽ നാം പാടുന്ന മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും ആ മരണത്തെ പുൽകേണ്ടതായിട്ടുണ്ട്. സർവ്വജീവജാലങ്ങളും ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്നു. എന്നാൽ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം എന്ന് പറയുന്നത് യേശുവിന്റെ ഉത്ഥാന ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു ജനനമാണ്. അപ്പോൾ മാത്രമേ മരണത്തെ സന്തോഷത്തോടെ പുൽകുവാനായിട്ട് മനുഷ്യന് സാധിക്കുകയുള്ളൂ. ആർതർ ജോൺ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ ഭൂമിയിൽ എന്തിന് ജനിച്ചു എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ അപ്രസക്തമാണ് ഞാൻ എന്തിന് മരിക്കുന്നു എന്ന് ചോദിക്കുന്നത്. ജനനത്തില് നാം എല്ലാവരും സന്തോഷിക്കുന്നു, മരണത്തില് നാം എല്ലാവരും ദുഃഖിക്കുന്നു. അപ്പൊ ജനനത്തില് നാം സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ മരണത്തിലും നാം സന്തോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്ന് വരികില് മരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധ്യം നമ്മിൽ ജനിക്കണം. അപ്പോൾ മാത്രമേ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് പുലുകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ മിൽട്ടൺ ഇപ്രകാരം പറഞ്ഞു വെച്ചത്: അനശ്വരമായ സ്വർഗസൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാനായിട്ടുള്ള സ്വർണ്ണ താക്കോലാണ് മരണമെന്ന് പറയുന്നത്. ആ സ്വർഗരാജ്യത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ആ സ്വർണ്ണ താക്കോലാണ് മരണം. അപ്പോൾ മരണം എന്ന താക്കോൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സ്വർഗ കവാടത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നമ്മിൽ നിന്ന് വേർപിരിയുന്ന ഈ കുരുളച്ചേട്ടന്റെ വേർപാടില് ദുഃഖാത്തരായി നിൽക്കാതെ, മറിച്ച് അദ്ദേഹം ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാനായിട്ടും സ്വർഗരാജ്യത്തില് തന്റെ ജീവിതം ഈ ഭൂമിയിലേക്ക് തനിക്കായിട്ട് ഒരുക്കിയ നിമിഷം മുതൽ തന്നെ പിതാവായ ദൈവം ഈ മകന് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന വാസസ്ഥലത്തേക്ക് 77 വർഷത്തെ ജീവിതത്തിന് ശേഷം ഈ പ്രിയമകൻ മടങ്ങുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ മാത്രമേ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കുരുളച്ചേട്ടന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ തന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുവാനായിട്ട് ഇടയായി. സൗമ്യഭാവത്തോടു കൂടിയിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് സ്വീകരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു കുരുളച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം അദ്ദേഹത്തിന് 4 മക്കളെ ദാനമായി നൽകുകയുണ്ടായി: സാബു, സാലി, സുമ, സുജ. ഈ കുരുളച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദാനമായിരുന്നു മക്കളെന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുമായിരുന്നു, കൂടെ പറയുമായിരുന്നു. മക്കളുടെ പരിലാളന ഏൽക്കുവാനായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഈ സഹോദരന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മക്കളെ ഒത്തിരിയേറെ സ്നേഹിക്കുവാനായിട്ട് ഈ വന്ധ്യപിതാവിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പിതാവിന്റെ ആത്മീയ കാര്യങ്ങളെ എപ്പോഴും മക്കള് ലക്ഷ്യം വെച്ചിരുന്നു. ഈ മക്കള് സാലിയും സുജയും
സുമിയും ഒക്കെ ഇവിടെ വരുന്ന അവസരത്തിൽ, സാബു ഒക്കെ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് പള്ളിയിലേക്ക് വരുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിലൊക്കെ എപ്പോഴും എന്നോട് വന്ന് പറയുമായിരുന്നു, അച്ഛനൊന്ന് കുമ്പസാരിപ്പിക്കണം, വീട്ടിലേക്ക് ഒന്ന് വരണം, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് അച്ചാച്ചന് താല്പര്യമുണ്ട്. അങ്ങനെ എപ്പോഴും ഇവിടെ വരുന്ന അവസരങ്ങളിലെല്ലാം എന്നെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തെ കുമ്പസാരിപ്പിക്കുവാനും കുർബാന കൊടുക്കുവാനും ഒക്കെ ആയിട്ട് എനിക്ക് അവസരം ധാരാളമായിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം എന്നോട് പങ്കുവച്ചിരുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കള് എല്ലാവരും മിടുക്കരാണ്, അതിലെനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മകന്റെ ജീവിതത്തിലെ ഒരു വലിയ ദുഃഖം എന്ന് പറയുന്നത്, മക്കളെ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വരികിലും അവരാരും കൂടെയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം. പ്രത്യേകിച്ച് അടുത്ത നാളുകളിൽ മുട്ടിയറ ആശുപത്രിയിൽ കിടക്കുന്ന അവസരത്തിൽ സുമ തുളച്ചേട്ടന്റെ മുറിയുടെ ഭാഗത്ത് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഇവിടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ചാച്ചൻ ഇവിടെ അഡ്മിറ്റാന്ന് പറഞ്ഞപ്പോൾ ഞാനും സിസ്റ്റേഴ്സും കൂടി തുളച്ചേട്ടനെ കാണുവാനായിട്ട് കടന്നു ചെന്നു. ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടെന്ന് വരിൽ പോലും അത് എടുത്തു മാറ്റി സംസാരിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയുവാനായിട്ടും അദ്ദേഹം മനസ്സ് കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഇനി ഒത്തിരി നാള് ഇവിടെ ഉണ്ടാകുമെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല, എൻ്റെ സമയമൊക്കെ ഏതാണ്ട് അടുത്തു, അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ സിസ്റ്റേഴ്സോട് പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് വിസ കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഉടനെയൊന്നും പോകണ്ട, കാരണം തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന ഉത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്തു. കാരണമെങ്കിലും മരണമെന്ന യാഥാർത്ഥ്യം തന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് അപ്രകാരം പറയുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അതോടൊപ്പം തന്റെ മകൻ സാബുവിനെ ഒന്ന് കാണുവാനായിട്ടുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് സാബു അടുത്ത നാളുകളിൽ ഈ രോഗാവസ്ഥയിൽ 7 ദിവസത്തോളമെങ്കിലും തന്റെ പിതാവിനോടൊപ്പം ആയിരിക്കുവാനായിട്ടും അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുവാനായിട്ടും സാബുവിനും സാധിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. അതോടൊപ്പം തന്നെ മക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിയുന്നത് കാണുവാനായിട്ട് ഇടയായി. കുലീക്കര കുടുംബത്തിൽ നിന്ന് തന്റെ ഭാര്യയായിട്ട് കടന്നു വന്ന മേരിച്ചേടത്തിയെ കുറിച്ചും അദ്ദേഹത്തിന് ഒത്തിരിയേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇങ്ങനെ ചെറിയ ഒരു ഉത്കണ്ഠ, അല്പം കേൾവിക്കുള്ള കുറവ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ സ്നേഹിച്ചിരുന്നു. അതെങ്കിലും ഇതെല്ലാം മറന്ന് എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സ്നേഹത്തോടെ പരിചരിക്കുവാനായിട്ടും മേരിച്ചേടത്തി പരിശ്രമിച്ചിരുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ മക്കള് അപ്പനെ വേണ്ട ശുശ്രൂഷകൾ ആത്മീയ കാര്യത്തിലും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ളതായ കാര്യങ്ങളിലുമെല്ലാം ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചത് അപ്പച്ചനെ സ്നേഹിക്കുന്ന മക്കളെ ദൈവത്തിന് ലഭിച്ചതുകൊണ്ടും അതോടൊപ്പം തന്നെ മക്കളെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ഹൃദയം ഈ പിതാവിന് ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് അപ്രകാരം പെരുമാറുവാനായിട്ട് ഇവർക്ക് സാധിച്ചത്. അതുകൊണ്ട് പ്രിയ മക്കളെ, നമുക്ക് സന്തോഷിക്കാം. ഈ പിതാവിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യുവാനായിട്ട് സാധിച്ചതിനോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അങ്ങനെ ഈ പിതാവിന്റെ വേർപാടില് ദുഃഖാർത്ഥരായി നിൽക്കാതെ സന്തോഷത്തോടെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ഈ വന്യപിതാവിന് നമുക്ക് യാത്രയാക്കാം. അങ്ങനെ സന്തോഷത്തോടെ ദൈവത്തിന്റെ പക്കലേക്ക് യാത്രയാക്കുമ്പോഴാണ് ദൈവം ഈ മകനെ കൂടുതൽ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുക. അതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റിവെച്ച് ഈ പിതാവിന് നമുക്ക് യാത്രാ മംഗളങ്ങൾ ആശംസിക്കാം. ഇന്ന് രാവിലെ ബെന്നിച്ചേട്ടനോട് പറയുകയുണ്ടായി, അപ്പച്ചന്റെ കൂടെ കഴിഞ്ഞ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാനായിട്ട് മക്കളായി ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വേർപാടിനെ നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു എന്ന് ആ വാക്കുകളിലൂടെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഈ പിതാവിന്റെ വേർപാടിനെ ദൈവത്തിന്റെ ഭവനത്തിലേക്കാണ് നിങ്ങൾ യാത്രയാക്കുന്നതെന്നും അത് പ്രാർത്ഥനയോടുകൂടി തന്നെ യാത്രയാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. മാലാഖമാരുടെ നാട്ടിലേക്ക് ദൈവം ഈ പ്രിയമകനെ ആനയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവ്
പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായും വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വകരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായും കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായും നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മകനീയമായ സ്ത്രീത്വത്തിൽ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീ ആകാശത്തിലും ഭൂമിയിലും സുത്രനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോർക്കുക മത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മത്യാനീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നേരുന്നു. തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ.
അല്പമാപ്പം വിശപ്പിന്നോ സ്വൽപ്പവെള്ളം ദാഹിക്കിൽ. അല്പമാപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നീശോദരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമിയൊരുങ്ങി. ശിഖാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയൻ കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. പ്രകാശമുദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. ഹൃദയങ്ങളിലേക്കും ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുത്. അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ അവളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരിടുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സന്ദർശിക്കുകയും കാരുണ്യപൂർണ്ണങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാന പ്രതീക്ഷകളെ മരിച്ചവരെ ഏൽപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ സഹോദരനെ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. മാതൃസാവഴിയെ വിശദീകരിക്കുകയും പരിശുദ്ധ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉപദാശകളാൽ എന്റെ ആത്മാവിൽ വിഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെയും ഏവർണ്ണങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങൾ
കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും വിധേയരാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന ഈ കബറിടം നീ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രനാവുന്ന വിസ്തൃത നൽകേണ്ട കബറിടം നീ പകർത്തിയിരിക്കണമേ. ജീവനിർമ്മാണത്തിന്റെ നാഥനും പിതാവുപുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര സോപ്പാവുകൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. മനുഷ്യാനെ കൊടിയാവുന്ന കൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സ്ഥലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുള്ള അവസാന ദിവസം വരെ തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശീലത്തുന്ന ദൈവത്തിന്റെ ആസനത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ശിവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യാനെ കൊടിയാവുന്ന കൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ പ്രവർത്തിക്കും മഹിമയടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരത്വമതമ്പാകെ. അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂജയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യം വിധിയാൽവാനവരാജ്യം നേടും മനുജനുഭാഗ്യം മുഖമുടക്കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യനുഭാഗ്യം
മരിച്ചുപോയി വയ്ക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, ഇതിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചുപോയി വയ്ക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ആശക്തമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസരവിളിക്കുന്നതിന്റെ വലതുഭാഗത്തുകയും ചെയ്ത് പാപങ്ങൾ പൊറുക്കുന്നവനെ ശിവന്റെ മണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കാണുപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകാതെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലികശരീരത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തെ സർവീകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ജനങ്ങളെല്ലാവരും സമത്വം അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ
ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ, അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശ
ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ, അനശ്വരമായ അങ്ങയുടെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവർ നിരാശരാകാതിരിക്കുവാൻ ഉദ്ധാരണ പ്രതീക്ഷകളെ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെ മരണത്തിന്റെ നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നതമോഹന പറുദീസായി വിജയഗീടം കരുണാനിധിയാകർത്താവേ, ദാസനൽകണം ഉന്നതമോഹന പറുദീസായി വിജയഗീടം. മാനവരെല്ലാം അന്തിമനാളിൽ നിത്യവിധിക്കായി വാനിലുയർന്നു പറന്നു വരുമ്പോൾ കനിയണമെന്നിൽ വിജയം നേടിയ തനയർക്കെല്ലാം ജയമുടി നൽകാൻ അമ്പരവീതിയിൽ നീണയുമ്പോൾ കനിയണമെന്നിൽ. കരുണാനിധിയാകർത്താവേ, ദാസനൽകണം ഉന്നതമോഹന പറുദീസായി വിജയഗീടം. ഓരോരുത്തരുടെ പ്രവർത്തന അക്ഷരമായി പ്രതിഫലപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ആളിനോട് അനുകമ്പ തോന്നണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, പാപങ്ങൾക്ക് പരിഹാരം നേടി അവരെ സ്വർഗ്ഗത്തിൽ അവകാശികളാക്കി ദൃശ്യവാനങ്ങളെ സംരക്ഷിക്കട്ടെ. പാപത്തിന് മരിച്ചവനായ സ്വർഗ്ഗത്തിൽ ലക്ഷ്യമായി കൊണ്ട് ജീവിക്കുവാൻ അവിടെ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. അറിയാം. കഴിഞ്ഞിട്ട്